ഹായ് ഹലോ വെൽക്കം അഗെയിൻ. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ പിസ്ത ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ബൗളാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ പിസ്തയുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിസ്തയുടെ ക്രഷ് ഉള്ള ആൾക്കാർ 1/2 കപ്പ് പിസ്തയുടെ ക്രഷ് തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിൽ 1 കപ്പ് മൈദ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ കൊക്കോ പൗഡർ ഇടുമ്പോൾ ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്തൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് 2-3 പ്രാവശ്യം നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇതിൽ തന്നെ ഇടാം. ഞാൻ ഇതിലിടുന്നില്ല. എപ്പോഴും ചെയ്യുന്ന പോലെ മുട്ടയുടെ കൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം മുട്ടയിൽ ഇടുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് മുട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ചെയ്യുമ്പം എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ഹൈ സ്പീഡിൽ 1 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല പതഞ്ഞ് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല പതഞ്ഞ് വരും. ആ സമയത്തേക്ക് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര പൊടിച്ചത് എടുത്ത് നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മധുരം ഒരുപാട് ആവശ്യമുള്ളവർക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കാം. എനിക്ക് മധുരം അത്ര മുന്തി നിൽക്കണമെന്ന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പം കസ്റ്റമറിനും വലിയൊരു താല്പര്യമില്ല ഇത്രയും ഒരുപാട് മധുരം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇത് നല്ല രീതിക്ക് 1 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുട്ടയുടെ സ്മെല്ല് വരത്തേയില്ല. നല്ല രീതിക്ക് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം പാം ഓയിലിന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാത്രം എടുക്കാം. അപ്പം ഈ ഒരു പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 10 മിനിറ്റ് നമ്മുടെ ഓവനും അല്ലെങ്കിൽ ഓവൻ സെറ്റപ്പും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതും കൂടി ആഡ് ചെയ്തിട്ട് കട്ട കെട്ടാണ്ട് എല്ലാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ക്രഷാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചേർക്കുന്നതിന് മുന്നേ നമ്മുടെ ക്രഷ് ചേർക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ നന്നായിട്ട് കട്ട കെട്ടാണ് നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ടൈറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള നല്ല തണുപ്പിച്ച് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ബാറ്റർ കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടി. അതിനുശേഷം ഞാൻ പിസ്തയുടെ മിൽക്ക് മിക്സാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക്. അപ്പോൾ പിസ്തയുടെ മിൽക്ക് മിക്സ് നമുക്ക് എല്ലാ കടകളിലും നമ്മുടെ എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പുകളിലും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു പിസ്ത അല്ലാച്ചിയുടെ ഇതാണ് കേട്ടോ. ആ ഒരു കളറിനും ചെറിയൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു 3 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കണ്ട, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേ എപ്പോഴും നമ്മൾ ആദ്യമേ തന്നെ അതിനെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കണം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഹോട്ട് മോൾഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുക.
ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്വയർ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് നമ്മൾ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോഴേക്കും അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ടാപ്പും കൂടി ചെയ്യുമ്പോഴേക്കും മുഴുവൻ എയർ ബബിൾസ് പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എയർ ബബിൾസ് ഒന്നും തന്നെ നമ്മുടെ കേക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. മാക്സിമം 40 മിനിറ്റ് ആദ്യം വെക്കുക, അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിന് ടൈം പറയുന്നില്ല, ഓരോരുത്തരും ഓവൻ അനുസരിച്ചാണ് നമ്മളിത് ബേക്കാക്കി എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിതൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പൊന്തി വന്നിട്ടില്ല, പക്ഷെ ഞാൻ എന്നാലും ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മീദത്തുനിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇതിനൊരു 3 ലെയർ ആക്കി മാറ്റിയിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാത്തത്. പിന്നെ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഞാനൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ നമ്മുടെ ബോർഡിൻ്റെ മീതേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ആദ്യം നന്നായിട്ട് വെറ്റാക്കി എടുക്കുക, നല്ല രീതിക്ക് വെറ്റാക്കുക. പക്ഷെ വെറ്റാക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങ് വെള്ളം ഒലിച്ചു പോകുന്ന പാകത്തിന് വെറ്റാക്കാൻ പാടില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്കറിയാമല്ലോ, അത്യാവശ്യം നമ്മുടെ കേക്ക് വെറ്റായി എന്ന് തോന്നിയാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ക്രീമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഷുഗർ സിറപ്പ് പുറത്തേക്ക് ഇങ്ങനെ യൂസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം കസ്റ്റമറിന് ക്രീം ഫില്ലിങ് ഒരുപാട് വേണമെന്ന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ പിസ്തയുടെ ചോക്ലേറ്റ് തന്നെ 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെയാണ് ഞാൻ ഫില്ലിങ്ങിന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ക്രഷ് ഉള്ള ആൾക്കാർ ക്രഷ് തന്നെ ഫില്ലിങ്ങിന് യൂസ് ചെയ്താൽ മതി. ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതേ നമ്മുടെ പഴയ പ്രോസസ്സ് ചെയ്യുന്നതാണ് വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മുടെ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പിസ്തയുടെ ക്രഷ് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ല ആ ഒരു ക്രഷിൽ ചെറുതായിട്ട് കടിക്കാനൊക്കെ ആ പിസ്തയുടെ പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പം കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഇത് രണ്ടും ഇല്ല, ഈ പിസ്തയുടെ ക്രഷും ഇല്ല ഇതും ഇല്ലെങ്കിൽ നിങ്ങൾ പിസ്തയുടെ ആ മിൽക്ക് മിക്സ് മാത്രം യൂസ് ചെയ്താൽ മതി കേക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റിൽ കുറച്ച് പിസ്തയുടെ മിൽക്ക് മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഫില്ലിങ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിതൊന്നും ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പം ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 15 മിനിറ്റ് ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ നല്ല രീതിക്ക് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. കേക്ക് ക്രംസ് ഒന്നും അതിൻ്റെ ഇടയ്ക്ക് വരത്തില്ല. അല്ല നമ്മുടെ പട്ടിംഗ് ബാഗ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. കാരണം അത് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഫിനിഷായിട്ട് കിട്ടും. നമ്മളത് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പർ വെച്ച് ഷേപ്പ് ആക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് നന്നായിട്ട് ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രീസറിലൊന്നും വെക്കണമെന്നൊരു കാര്യമില്ല. ഫസ്റ്റ് ടൈം തന്നെ നമുക്കതിനെ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ നടുക്കത്തേക്ക് ഒരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് വെച്ചെടുക്കുന്നുണ്ട്. ആ ഷേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത നമ്മുടെ പിസ്തയുടെ ഒരു കേക്ക് പീസില്ല, അത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പൊടിയുണ്ട്. അത് ഈ ഷേപ്പിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഒരു ഭംഗിക്കാട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ നിങ്ങൾ ചെയ്യണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ നമ്മുടെ കേക്ക് ജെല്ലി യൂസ് ചെയ്തിട്ട് അതിനൊരു ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബോർഡറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹാർട്ടിൻ്റെ ഷേപ്പ് കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ബോർഡറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിപ്പം ഞാൻ ഡെലിവറി ചെയ്യാൻ പോകുന്ന ഒരു കേക്ക് ആയതുകൊണ്ടാണ് ഞാനിതിന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതുക. എനിക്ക് ന്യൂ ഇയർ ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡെലിവറി ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എഴുതണ്ട, നിങ്ങൾ കൊടുക്കാൻ സമയമാകുമ്പോഴേക്കും എഴുതിയാൽ മതി. അപ്പം ഞാൻ നമ്മുടെ സ്റ്റാർ നോസിൽ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ക്ലോസ്ഡ് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനൊരു ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇന്ന ഡിസൈൻ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തേ ഉള്ളൂ.
അല്ലെങ്കിൽ കുറച്ച് സ്പ്രിങ്കിൾസ്, സിൽവർ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡിലനൊരു കേക്ക് തന്നെയാണ്. ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി പോകുന്ന കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.